ബിരിയാണി എന്ന സിനിമയിലെ കനി എന്തൊക്കെയാണ് അതിൽ യോജിക്കാതെ വരാൻ? ഇപ്പം അല്ലാതെയും ഇതിന് മുമ്പേ ഞാൻ ഇതൊക്കെ പറഞ്ഞതാണ്. ആക്ച്വലി സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞതാണ് ആക്ച്വലി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് നേരത്തെ പറയല്ലേ, അവാർഡ് കിട്ടിയപ്പോഴാണോ കൂടുതൽ ശ്രദ്ധിക്കുക? അത് ശരിയാണ്, അപ്പോഴാണ് നമ്മൾ പറയുന്ന ആളുകൾ കേൾക്കുന്നുള്ളതെന്ന് തോന്നുന്നു. അതിപ്പം എനിക്ക് ഇപ്പോൾ സജിൻ ഇതിൻ്റെ കഥ പറയുന്ന സമയത്ത് സജിൻ ഇസ്ലാമോഫോബിക്കായിട്ട് എഴുതാം എന്നും പറഞ്ഞിരുന്ന് എഴുതി എന്നല്ലത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്കത് വായിക്കുമ്പോൾ ഇയാളിനി ഇത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇത് ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം, കാണുന്ന ഒരാൾക്ക് ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെയാണ് ഈ മതം എന്ന് പറഞ്ഞ ആളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്യും എന്നുള്ളത് ഉണ്ട് എന്ന് തോന്നി. അപ്പോൾ ഞാൻ സജിനോട് ചോദിച്ചു, സജിൻ ഇതെന്താ ഇങ്ങനെ എഴുതുന്നത്, ഇത് ഇങ്ങനെ വേസ്റ്റാണെന്ന് ചോദിച്ചു. സജിൻ പറഞ്ഞു, എൻ്റെ കനിത എൻ്റെ കഥയാണ്, എൻ്റെ സിസ്റ്ററും ഞാനുമായിട്ടുള്ളതാണ്, എനിക്ക് അതിലെ പാട്രിയാർക്കിയും അതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സംസാരിക്കണം, അതിപ്പോൾ ആരുണ്ടായാലും ഇല്ലെങ്കിൽ ഞാൻ സംസാരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഒരു സൈഡ് ഉള്ളപ്പോഴും എന്ത് സിനിമകളാണെങ്കിലും ഇപ്പം ഈ ബിരിയാണി മാത്രമൊന്നുമല്ല, ഇവിടെ വന്നിട്ടുള്ള പല അങ്ങനെ ക്രിട്ടിസൈസ്, ഇപ്പം ഞാനും സിനിമ കാണുമ്പോൾ ഈ സിനിമയിൽ ഇവരിങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ പലപ്പോഴും മേക്കേഴ്സ് ഞങ്ങൾ പക്ഷെ അതൊന്നും ആലോചിച്ചില്ല, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തെന്ന് പറയും. അതുപോലെ തന്നെയാണ് സജിനും പറഞ്ഞത് എനിക്ക് തോന്നി. പക്ഷെ സജിൻ അതൊന്നും ആലോചിച്ചിട്ടില്ലെങ്കിലും സജിൻ്റെ എഴുത്തിലും സജിൻ എടുക്കുന്ന രീതിയിലും സജിൻ അതിനെ കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയിലും അതിനെ ഇസ്ലാമോഫോബിക്കായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളൊരു സാധ്യത ഞാനും കണ്ടു, ബാക്കിയുള്ളവർ കാണുന്ന പോലെ. അതേസമയം അങ്ങനെ ഇല്ല എന്ന് കാണുന്നതും കുറേ ആൾക്കാരുണ്ട്, സജിൻ ഉൾപ്പെടെ. ഹീ ഈസ് എ മേക്കർ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടർ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടാവുന്ന കഥകളിൽ നിന്ന് മാറി നിൽക്കാതെ ആലോചിക്കാം, അല്ലെങ്കിൽ ചെയ്യാമെന്നും ആലോചിക്കാം. അഗെയിൻ ഞാൻ ചെയ്തിട്ടുള്ള 2-3 വർക്ക് ഒഴിച്ച് നാടകങ്ങളും 2-3 ഒഴിച്ച് എല്ലാത്തിലും എനിക്കിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളുണ്ട്, മെയിൽ ഗേസ് പ്രശ്നങ്ങളുണ്ട്, സ്ത്രീകളെ ഭയങ്കര മോശമായിട്ട് കാണിക്കുന്ന നാടകങ്ങളും ചെയ്തിട്ടുണ്ട്, ഞാൻ സിനിമകളും ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് തുടർച്ച ക്യാരക്ടർ ചെയ്തു, പിന്നെ ഇതിനിങ്ങനെ അവാർഡ് കിട്ടി. ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്ത് പോലും ഈ സിനിമ എടുത്ത 2018 തുടക്കത്തിലാണ്. ഇത് 2020 എന്തോ അല്ലേ ഇതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ എനിക്കന്ന് ഞാനിങ്ങനെ സിനിമ ഇറങ്ങുന്ന പോലും ഉണ്ടാവില്ല. ഒരാൾ ആകെ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ ചെറിയ പൈസയിലാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കിട്ടിയ പൈസ എല്ലാം കൊണ്ട് ഇത് ആരും കാണാൻ പോലും പോകുന്നില്ലായിരിക്കും. ഇദ്ദേഹം ഇങ്ങനെ എടുക്കുന്നു, ചെയ്തേലും ഫെസ്റ്റിവലിൽ പോവായിരിക്കും. അപ്പം ഓക്കെ, അപ്പോഴും ഇത് എടുക്കുമ്പോൾ ഇങ്ങനെ ആവും, അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയം പറഞ്ഞത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഡയറക്ടറിന് അതല്ല ഉദ്ദേശിക്കുന്നതെന്നും അയാൾ പാട്രിയാർക്കിയാണ് ചോദ്യം ചെയ്യണതും അതിനകത്തുള്ളതെന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലാവും. പക്ഷേ അപ്പോഴും നമ്മുടെ ഈ രാജ്യത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിങ്ങനെ പ്രശ്നമല്ലെന്ന് വെച്ചാൽ ഞാനത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ആ ബുദ്ധിമുട്ട് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ രാഷ്ട്രീയം മാത്രമല്ല പ്രശ്നമായിരുന്നത്. ഇപ്പം എനിക്ക് ഇത് പറയുമ്പോൾ എല്ലാവരും എനിക്കതിൻ്റെ അതിനകത്തെ കഥാപാത്രം, അതാണല്ലോ മെയിൻ കഥാപാത്രം. അവരിങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞ് അടുത്ത പ്രശ്നം കഴിഞ്ഞ് ഇതിങ്ങനെ എനിക്ക് അങ്ങനെ ഒരു കഥാപാത്ര സൃഷ്ടി തന്നെ, എനിക്കൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഇങ്ങനെ മനുഷ്യർ ജീവിക്കുമോ, ഇവർ ഒരു സെക്കൻഡിൽ എന്തെങ്കിലും ചിരിക്കുന്നു, ഒരു സിനിമ കണ്ട് ചിരിക്കുന്നു, എന്തെങ്കിലും ഇവർക്ക് വേറെ ലോകമൊന്നും ഇല്ലേ എന്ന് നമുക്ക് തോന്നും. അതൊക്കെ എനിക്കിപ്പം ഞാൻ പറയും, സജിൻ എന്താ ഇങ്ങനെ എഴുതുന്നത്, ഇത് ഒരാൾ ഇനി ഒന്നും വരാനില്ല അങ്ങനെയൊക്കെ ഒരുപാട് സൗന്ദര്യശാസ്ത്രപരമായിട്ടൊക്കെയും എനിക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനത് ചെയ്യില്ല. വേറെ എനിക്ക് കുറെ കൂടെ രസകരമായിട്ട് കാര്യങ്ങൾ കാണിക്കാൻ പറ്റണം. നമ്മളൊരു കാര്യം ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും അതിൽ കുറേ അബ്സേർഡും രസമുള്ള കാര്യങ്ങളൊക്കെയും കൂടെ ചേർന്നിട്ടാണല്ലോ ജീവിതം. അപ്പം ഒരു സജിൻ്റെ കാഴ്ചയൊന്നും എനിക്ക് ഭയങ്കര ഒറ്റ രീതിയിൽ മാത്രം കാണണം അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ അതിനുള്ള ഓഡിയൻസും ഉണ്ട്, അത് എടുക്കുന്ന തരം ആൾക്കാരുണ്ട്. അപ്പം ഞാൻ സജിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എനിക്ക് എസ്തെറ്റിക്കലിയും എൻ്റെ ഒരു ടൈപ്പ് സിനിമയല്ല, പൊളിറ്റിക്കലി എനിക്കിതിങ്ങനെ സജിൻ ഉദ്ദേശിച്ചില്ലെങ്കിലും അത് ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യണോ വേണ്ടേന്ന് ഞാൻ ആലോചിക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ട് വേറെ ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ ചെയ്യൂ, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരൂ. കാരണം എനിക്ക് ആദ്യമായിട്ടാണ് ഒരു നടി എന്നുള്ളതിലൊരു ത്രൂ ആയിട്ടൊരു ക്യാരക്ടർ കിട്ടണം. അപ്പം നമ്മൾ അത് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ആ ഗ്രാഫ് പറ്റുമോ ഇല്ല, അങ്ങനെയൊക്കെ ഒരു അതുമുണ്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിലാണ് ചെയ്യണേ. പിന്നെ ഇപ്പോഴൊന്നുമല്ല, ഞാൻ പറഞ്ഞ പോലെ നേരത്തെയൊക്കെ പറഞ്ഞു തന്നെയാണ്, ഇതെല്ലാം പറഞ്ഞതാണ്. പിന്നെയും അല്ല, ആളുകൾ ക്രിട്ടിസൈസ് ചെയ്ത, പക്ഷേ എനിക്ക് ഇപ്പം ചിലർ ചോദിച്ചു ഇപ്പോൾ ഇത് ഇങ്ങനെ പറയണോ, അങ്ങനെ ഞാൻ വിചാരിക്കില്ല. എനിക്ക് തോന്നി നമ്മൾ ചെയ്ത കാര്യങ്ങൾക്ക് നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കേണ്ട. അപ്പോൾ ഞാൻ ഇപ്പോൾ
അതുകൊണ്ട് ഒരു കാര്യം ഇല്ലാണ്ട് ഇപ്പോൾ പാലസ്തീൻ അക്കിയദാർഢ്യം ഇതാവുന്നത് മൈനസായി പോകുന്നു, അങ്ങനെയല്ല ഞാൻ വിചാരിക്കണേ. നിങ്ങൾ പക്ഷേ ഇതും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനൊരു സിനിമയുടെ ഭാഗം നിങ്ങളായി. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരുന്നിട്ടോ അറിഞ്ഞിട്ടോ ചെയ്തു, അല്ലെങ്കിൽ ഓക്കെ നിങ്ങളിപ്പോൾ ഇത് പറഞ്ഞു, അതെല്ലാം കൂടി ചേർന്ന് തന്നെയാണ് ഞാൻ. അപ്പോൾ ആളുകൾക്ക് ഇൻറ്റഗ്രിറ്റിക്ക് ഒരു പ്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഫലം ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാണ്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ട് വളർന്നിട്ടുമുണ്ട്, ചുറ്റും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ എനിക്ക് നടി എന്നുള്ള നിലയിൽ അങ്ങനത്തെ ഇൻറ്റഗ്രിറ്റി സൂക്ഷിച്ചും ജീവിക്കാം. പക്ഷെ അപ്പോൾ ചിലപ്പം ഈ പറഞ്ഞ പോലെ 5-6 വർഷം കൂടുമ്പോൾ ഒരു വർക്കൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം അല്ല എനിക്കുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഇനിയാണെങ്കിൽ ചെയ്യേണ്ടി വന്നാൽ ചെയ്തിട്ട് വരും. അങ്ങനെ വേറെ ഏതെങ്കിലും വരുമാനമൊക്കെ ഉണ്ട്, നമുക്ക് വല്ലപ്പോഴും ചെയ്താൽ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു, കാരണം ഇൻറ്റഗ്രിറ്റി സൂക്ഷിക്കുന്നത് നല്ല നല്ല സുഖമുള്ളൊരു കാര്യമാണ് സത്യത്തിൽ. നമുക്കൊരു സുഖം തോന്നും. അപ്പോൾ അത്ര സന്തോഷത്തോടെ അല്ല ചെയ്യുന്നതെങ്കിലും ഈ പറഞ്ഞ പോലെ വർക്ക് അങ്ങനെ അത്രയും പ്ലെൻറ്റി ഓഫ് രസമുള്ള വർക്കുകൾ വരുന്ന സമയത്തെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പറഞ്ഞ സജിൻ്റെ അടുത്ത് ഇതൊക്കെ സംസാരിച്ച് എല്ലാം ഓപ്പണായിട്ട് എൻ്റെ എല്ലാ സ്റ്റാൻഡും പറഞ്ഞിട്ട് വർക്ക് ചെയ്യുമ്പോഴും സജിൻ അത് ആസ് എ ഡയറക്ടർ ഞാൻ ചോദിച്ചു, അയാൾ എന്നുവെച്ചാൽ നമുക്ക് ഒരു ഡയറക്ടറിനൊരു ഇതെന്ത് നടി ആൾക്കൊരാഗ്രഹം ഉണ്ടാവില്ല ഇതിനെ ഫുള്ളായിട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാം കൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരാൾ ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ആളും ആ രീതിയിൽ ഭയങ്കര ഓപ്പൺ മൈൻഡായിട്ട് ഞാൻ പറയും. ഓക്കെ, ഇത്ര അഭിപ്രായത്തിലുള്ള ഒരാളാണെങ്കിലും ആളുടെയാണ് വിഷൻ. ഇപ്പം പായലിൻ്റെ സിനിമയാണെങ്കിലും ഞാൻ വരയ്ക്കുന്നത്, പായലിൻ്റെ സിനിമ എനിക്ക് ഇഷ്ടപ്പെടുമ്പോഴും എൻ്റെ ഒരു എസ്തെറ്റിക്സ് ഒന്നും അല്ല, അതും എനിക്ക് ഇഷ്ടക്കേടുള്ളതല്ല, പക്ഷേ എൻ്റെതല്ല. പക്ഷേ എനിക്ക് പായലിൻ്റെ വിഷനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവിടെ. അത് ഇഷ്ടപ്പെടോ അല്ലെങ്കിൽ ആളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന പല കാരണങ്ങളുണ്ടാവാം ഒരു ആക്ടറിന്. പക്ഷെ അപ്പോഴും എനിക്ക് ചെയ്തതിൽ ഇഷ്ടം ആണ് പായലിൻ്റെ ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഗേൾസ് വിൽ ബി ഗേൾസ് ഇഷ്ടമാണ്. ചില സിനിമകൾ ഈ പറഞ്ഞ പോലെ ബിരിയാണി മാത്രമല്ല, ഞാൻ ചെയ്ത എത്രയോ സാധനങ്ങൾ, നാടകങ്ങളോ അതെ, ഒരുപാട് നാടകത്തിൽ ഡയറക്ടറുമായിട്ട് കരയും, ഇനി എനിക്ക് വയ്യ, നിങ്ങൾ വേറെ നാട്, എനിക്കിത് ചെയ്യാൻ വയ്യ, ഈ രീതിയിൽ ഡയലോഗ് ഒരു സ്ത്രീൻ്റെ കോസ്റ്റ്യൂം ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ മെയിൽ ഗേസൊക്കെ തോന്നുന്ന സഹിക്കാൻ മേത്ത നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത്രയും ആളുകൾ അറിയാത്തതുകൊണ്ടും അത് പിന്നെ ഒരിക്കൽ കളിച്ചു റെക്കോർഡഡ് അല്ല കൊണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ഈ ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ എന്തോ ആദ്യമായിട്ട് അനുഭവിക്കുന്ന ഒരു, ആളുകൾ ചോദിക്കണോണ്ടല്ലോ നമ്മൾ ആ മാനസിക വിഷമം, നമുക്ക് ഫുള്ളി ആ ഒരു രീതിയിൽ നമുക്ക് എത്ര വ്യത്യസ്തത ഉള്ളപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് ചെയ്യുന്നതും, വ്യത്യസ്തം ഉള്ളപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ഓക്കെ എനിക്കിത് എന്നാലും ചെയ്യാൻ ഇങ്ങനെ ഈ കാരണങ്ങളോട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അത് പക്ഷേ ഒരു സിനിമയിലും ഒരു നാടകത്തിലൊന്നും അല്ല, ഒരുപാട് കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിലൊക്കെയും ശ്രമിച്ചും നെഗോഷിയേറ്റ് ചെയ്തും അതിനുള്ളൊരു ഓക്കെ സ്പേസ് കണ്ടെത്തിയൊക്കെ തന്നെയാണ് ഞാൻ ഇതുവരെ ജീവിച്ചു വന്നത്. അപ്പം അതല്ലാത്തൊരു സ്ഥലത്തേക്ക് എത്തിയ ചിലപ്പോൾ ഇല്ലായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും.